തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്ന 20 UDF സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചു. ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്ന 20 UDF സ്ഥാനാർത്ഥികളും പത്രിക നൽകി. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രകടനമായിട്ടാണ് പത്രികാ സമർപ്പണത്തിന് പുറപ്പെട്ടത്. കോൺഗ്രസ് ചിറ്റാറ്റുകര മണ്ഡലം പ്രസിഡന്റ് PM സുദർശൻ, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി KK അബ്ദുള്ള, TK ബിനോയ്, PR ജൈസൺ, PA ഷംസുദ്ദീൻ, KM അമീർ, PC നീലാംബരൻ, അനസ് നീണ്ടൂർ, MP പോൾസൺ, അഡ്വക്കേറ്റ് ഫ്രെഡി ഫിലിപ്പ്, സലാം തോട്ടുങ്ങൽ, ശശികുമാർ, ഗോപിനാഥ്, ബാബു ചാക്കോ, ഷെമി അഫ്സൽ, ധന്യ ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും UDFിന്റെയും നേതൃത്വത്തിൽ ചിറ്റാറ്റുകര പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളായി 20 പേരുടെയും നോമിനേഷൻ ഇന്ന് കൊടുത്തു കഴിഞ്ഞു. എന്തായാലും വളരെ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസിന്റെ പ്രവർത്തകരും സ്ഥാനാർത്ഥികളും. കാരണം ചിറ്റാറ്റുകര പഞ്ചായത്തിൽ 5 വർഷമായി LDFിന്റെ ഭരണം വളരെ പരാജയമാണ്. ജനങ്ങൾക്ക് ഒരു വിധത്തിലുമുള്ള ഒരു സഹായം കിട്ടിയിട്ടില്ല. അതിനാൽ ഈ വരുന്ന ഇതിൽ UDFിനെ അധികാരത്തിൽ കയറ്റാൻ ജനങ്ങൾ തയ്യാറായിട്ടിരിക്കുകയാണ്. ചിറ്റാറ്റുകര പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെ ചേർത്ത് നിർത്തി നല്ലൊരു രീതിയിലുള്ള ഒരു ഭരണം കാഴ്ചവെക്കാൻ എല്ലാ ജനാധിപത്യ വിശ്വാസികളും UDFിനെ വോട്ട് രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പറവൂർ.